തേർഡ് റാങ്ക് ഹോൾഡർ ഇതാ ഗൈസ് എണീറ്റ് പോകുന്നു. ഞാനായിരുന്നു തേർഡ് റാങ്ക് ഹോൾഡർ. എന്താണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് അറിയിക്കുക. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ച വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. മല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലെ പൊന്നൂസ് ആണ്. പൊന്നൂസ് പുതിയൊരു കോഴ്സ് ഒക്കെ പഠിച്ചിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പൊന്നൂസ് ഇന്നലെ അവരുടെ ചാനലിൽ ആ കോഴ്സിനെ പറ്റിയും പിന്നെ പഠിച്ചിറങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു നോർമൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രൊമോഷൻ വീഡിയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവരുടെ ഫാമിലിയിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ആ കുട്ടി പഠിച്ചിറങ്ങിയ ഒരു കോഴ്സിന്റെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ അടിയിൽ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ വീഡിയോയുടെ അടിയിൽ വന്ന കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകളാണ്. കാരണം ഈ കുട്ടി പഠിച്ചിറങ്ങിയ കോഴ്സ് BSSന്റെ ടീച്ചിങ് കോഴ്സാണ് പഠിച്ചിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ BSS കോഴ്സ് പഠിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് ഇന്ന് ഈ കേരളത്തിൽ ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. അവർ പഠിച്ച സർട്ടിഫിക്കറ്റ് ഒക്കെ വെറുതെ അലമാരിയിൽ പൂട്ടി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ BSSന്റെ കോഴ്സിന് അംഗീകാരമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മുടെ കേരളത്തിൽ ഏകദേശം ഏതോ കമ്പ്യൂട്ടർ കോഴ്സിന് എങ്ങാണ്ട് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് PSC ഒക്കെ എഴുതാൻ പറ്റും. പക്ഷെ മറ്റുള്ള കോഴ്സുകൾക്കൊന്നും PSC ടെസ്റ്റ് പോലും എഴുതാൻ പറ്റത്തില്ല ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട്. അപ്പം അങ്ങനെ കുറേ കുട്ടികളെ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. +2 ഒക്കെ കഴിഞ്ഞ് തീരെ നിവൃത്തിയില്ലാത്ത വീടുകളിലെ കുട്ടികളൊക്കെ ആയിരിക്കും ഈ കോഴ്സൊക്കെ പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെന്ന് വെച്ചാൽ വീട്ടിൽ ഇരുന്ന് പഠിക്കാം, ഓൺലൈൻ വഴി പഠിക്കാം, പെട്ടെന്ന് ജോലിയാവും. പാരാമെഡിക്കൽ പോലെ ഒരു കോഴ്സാണ്, അപ്പം പെട്ടെന്ന് ജോലിയാവും. അങ്ങനെ ഇത് പഠിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കുറേ പേര് പൈസ മുടക്കി ഇത് പഠിച്ചിട്ടുള്ളത്. അവരുടെ വർഷങ്ങൾ പോവുകയാണ്. 2 വർഷ കോഴ്സുണ്ട്, 1 വർഷ കോഴ്സുണ്ട്, 6 മാസ കോഴ്സുണ്ട്. ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഒരു പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എനിക്ക് പറയാനുള്ള മെഡിക്കൽ ഫീൽഡ് പഠിച്ചിട്ടുള്ള BSSന്റെ കോഴ്സ് മെഡിക്കൽ ഫീൽഡ് പഠിച്ചിട്ടുള്ള കുട്ടികളെ പറ്റിയാണ്. ഒരുപാട് പേര് ജോലിയില്ലാതെ ഇപ്പം വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഒരു സമയത്ത് ഈ കോഴ്സ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങാറാകുമ്പം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് പറയും നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു 6 കുട്ടികളെ വേണം, ഒരു 8 കുട്ടികളെ വേണം, 10 കുട്ടികളെ വേണം എന്നിവരിങ്ങനെ പറയും. അതിനുശേഷം ഇവർ പഠിച്ചിറങ്ങിയ കുട്ടികളെ, പഠിച്ച് മാർക്കോടുകൂടി പാസ്സാവുന്ന കുട്ടികളെ ഇവർ അതാത് ഹോസ്പിറ്റലുകളിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് യാതൊരു ശമ്പളം കൊടുക്കത്തില്ല. വളരെ ലോ ലെവലിലുള്ള ശമ്പളമായിരിക്കും കൊടുക്കുന്നത്. കഷ്ടപ്പാടോ മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് പോലെ കഷ്ടപ്പെടുകയും വേണം. രാവിലെ മുതൽ വൈകുന്നേരം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയും കിടന്ന് കഷ്ടപ്പെടണം. പിന്നെന്ന് വെച്ചാൽ ഈ കോഴ്സിൽ ഇപ്പം മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ എല്ലാ കോഴ്സും നേഴ്സിങ്ങിലുള്ള എല്ലാ സബ്ജക്റ്റും ഈ കുട്ടികൾ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഒരു GNM നേഴ്സിംഗുകാർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഫിസിയോളജി, സൈക്കോളജി, ഫാർമക്കോളജി, നേഴ്സിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം ഈ കുട്ടികൾ പഠിക്കുന്നുണ്ട്, പഠിച്ച് നല്ല പ്രാപ്തരാകുന്നുണ്ട്. അവർ ഇഞ്ചക്ഷൻ എടുക്കാനാണെങ്കിലും ട്രിപ്പ് ഇടാനാണെങ്കിലും എല്ലാത്തിനും അവർക്ക് കഴിവുണ്ട്. പക്ഷേ എങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം മറ്റുള്ള ഇവരെക്കാട്ടിലും ഉയർന്ന വിദ്യാഭ്യാസം നേടി പാസ്സായിട്ടുള്ള മെഡിക്കൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ ഇവരെപ്പോഴും ലോ ലെവലിലായിരിക്കും, താഴ്ന്ന തട്ടിലായിരിക്കും ഇവരെ കാണുന്നത്. ചിലപ്പോൾ ഇവർക്ക് അവരെക്കാട്ടിലും കുറച്ചുകൂടെ കാര്യങ്ങൾ ഇവർ നന്നായിട്ട് എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചിട്ടുണ്ടാവും. അത് പറഞ്ഞാൽ പോലും അവിടെ അംഗീകരിക്കാൻ ആളുണ്ടായിട്ടുണ്ടാവത്തില്ല. അവരെ കുറ്റപ്പെടുത്തും. നീ ഇതല്ല പഠിച്ചിട്ടുള്ളത്, നിനക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല എന്ന രീതിയിലൊക്കെ പരിഹസിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോഴ് ഈ കോഴ്സ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമേ ഇതിനെപ്പറ്റി അറിയുക, ഈ കോഴ്സിനെ പറ്റി അറിയുക. ഈ കോഴ്സിന് നിലവാരമുണ്ടോ, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പുറത്തെങ്ങും പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇന്ത്യക്ക് പുറത്ത് പോയി എങ്ങും ജോലി ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ട. ഈ സർട്ടിഫിക്കറ്റ് പോയിട്ട് അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരറിയാം ഇത് ഏത് സർട്ടിഫിക്കറ്റ്, ഇത് ഇവിടെ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അത് തന്നെ കിട്ടിയാൽ തന്നെ ഏറ്റവും താഴെത്തട്ടിലായിരിക്കും. ചിലപ്പോൾ അവിടെ ക്ലീനിങ് ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ശമ്പളം പോലും ഈ പഠിച്ചിട്ട് ചെല്ലുന്ന കുട്ടികൾക്ക് കിട്ടുന്നു വരത്തില്ല. അങ്ങനെ കിടന്ന് കഷ്ടപ്പെടണം. പിന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്താലോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പോലും ചോദിച്ചാൽ അവർ തന്നു വരത്തില്ല. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറേ പേരെ അറിയാം. ഇപ്പം എന്താണ് വീണ്ടും അത് BSSന്റെ കോഴ്സ് ഇടയ്ക്ക് വെച്ചൊന്ന് എന്താ പറയുക, സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ട് നിൽക്കുമായിരുന്നു. ഇപ്പം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുക. ഇത് ഏകദേശം എൻ്റെ അറിവിൽ ഞാനൊക്കെ മനസ്സിലാക്കിയ സമയത്ത് 2009-2010 ഈ ഒരു സമയത്തായിരുന്നു കൂടുതലും BSS കോഴ്സിന് കൂടുതൽ ആളുകൾ അതിലോട്ട് പഠിക്കാനായിട്ട് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഈ കോഴ്സ് മൊത്തത്തിൽ അങ്ങ് അപ്രത്യക്ഷമായി. പിന്നെ ഇപ്പം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് BSS കോഴ്സ് എന്ന് പറയുന്നത്. അത് എന്ന് വെച്ചാൽ ഡൽഹിയിലും തമിഴ്നാട്ടിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അംഗീകരിച്ചതായിട്ട് കേൾക്കുന്നില്ല.
പിന്നെ ഇതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ ഈ സർട്ടിഫിക്കറ്റുമായിട്ട് ചെല്ലുമ്പം അവർക്ക് ജോലി കിട്ടിയെന്നും വരത്തില്ല. അതുപോലെ തന്നെയായിരിക്കും BSSന്റെ മറ്റു കോഴ്സുകളും. അപ്പം +2 കഴിഞ്ഞിട്ട് ഇത് പഠിക്കാനായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ഒന്ന് അറിയുക, ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം ഈ കോഴ്സ് പഠിക്കാനായിട്ട് പോവുക. അപ്പം ഇതിൻ്റെ അടിയിൽ വന്ന കമൻസ് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം ഇതേപോലെ വിഷമം അനുഭവിച്ചിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് എടുത്ത് അലമാരിക്കകത്ത് പൂട്ടി വെച്ചിട്ട് വേറെ കോഴ്സ് പഠിക്കാൻ പോയിട്ടുള്ള കുട്ടികളും ഉണ്ട്. അപ്പം നിങ്ങളുടെ ടൈം, നിങ്ങളുടെ കാശ് എല്ലാം വേസ്റ്റ് ആവും. അങ്ങോട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം മാത്രം ഈ കോഴ്സ് പഠിക്കാനായിട്ട് പോവുക. പിന്നെ പൊന്നൂസ് പഠിച്ച് ഇറങ്ങിയ കാര്യം നല്ലത് തന്നെ. ആ കുട്ടി നല്ലൊരു ജോലി കിട്ടട്ടെ. ഈ കൂട്ടത്തിൽ ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും കോഴ്സ് കൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹൈ ലെവലിലോട്ട് കയറി നിൽക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കുട്ടി പഠിപ്പിക്കാൻ ചെല്ലുന്നിടത്തല്ല എവിടെയാണെങ്കിൽ ഈ കുട്ടി ലോ ലെവലിൽ നിന്നേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം എന്താ പറയുക, ടീച്ചിങ് പഠിച്ചിറങ്ങുന്നവരാകുമ്പോൾ LKG UKGയിലോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളെയൊക്കെ കെയർ ചെയ്യുന്ന രീതിയിലൊക്കെ പഠിപ്പിക്കാനേ പറ്റത്തുള്ളൂ. വലിയൊരു പ്രൊഫഷണൽ രീതിയിൽ ആ കുട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മുൻപോട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ തയ്യാറായിക്കൊള്ളുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നിടം വരെ ബൈ.